പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ക്യാമിയോ വില്ലൻ എനിക്ക് എത്രത്തോളം അങ്ങോട്ട് വർക്കായില്ല. കാരണം അത് ഭയങ്കര നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സിനിമയ്ക്കൊത്തൊരു സ്കെയിലല്ല, അതിനൊക്കെ അപ്പുറത്തൊരു സ്കെയിലിലൊരു സാധനം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്തായാലും ഇതിൻ്റെ വില്ലൻ അല്ലെങ്കിൽ ഡാർക്കായിട്ടുള്ളൊരു ഏരിയയാണ്, അത് ഭയങ്കര ഒരു വില്ലനാണ്. അപ്പോൾ ആ വില്ലനെ പിടിച്ചു കെട്ടാൻ എന്തായാലും നമ്മുടെ നായകൻ ഒട്ടും കരുത്തനല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതെവിടേക്കോ ഒരു സിനിമയുടെ ഒരു കണക്റ്റിനെയും അങ്ങോട്ട് ലൂസ് ചെയ്ത് കണക്ക് ഫീൽ ചെയ്ത്. കാരണം ആ ഒരു സിനിമ പറഞ്ഞു വരുന്ന രീതിയിലൊരു സംഭവം ചെയ്തിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സാധനം ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എടുത്ത് പറയേണ്ട ജേക്സ് ബിജോയ്, അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അദ്ദേഹം തന്നെ വർക്ക് ചെയ്തിരിക്കുന്ന സംശയമുണ്ട്. അതിനകത്ത് വേറെയും ഒരു ആളുടെ പേര് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്, ബാബുരാജ്, അതുപോലെ TG രവി, സുധീർ കരമന, വിജയരാഘവൻ, അങ്ങനെ ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്. ഇവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ടിജോ ടോമി, ഇതാണ് സിനിമാറ്റോഗ്രാഫർ. ഞാൻ പറഞ്ഞു തന്നവരെ പറ്റിയ ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഹെബിൻ ബെന്നി, ദെൻ സൗണ്ട് ഡിസൈനർ സിംഗ് സിനിമ. ഇതപ്പം അതെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് KC ബാലസാരംഗൻ. മേ ബി ഇതിനകത്തുള്ള സോങ്സ് മാത്രമായിരിക്കും ചിലപ്പോൾ ജേക്സ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് നല്ല ഗംഭീരമായിരുന്നു. എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജേക്സ് ബിജോയുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ സാധനം ഇതിനകത്ത് കണ്ടില്ല. ചിലപ്പോൾ അദ്ദേഹം ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അദ്ദേഹം ആയിരിക്കില്ല ആ ഒരു സൈഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സിനിമ ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ഔട്ട് ഓഫ് 10 ഒരു 7 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.